ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് ഏർക്കാടിലുള്ള മറ്റൊരു പാർക്കിലാണ്. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു ബോട്ട് റേസൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, കണ്ടോ, ബോട്ടുകൾക്ക് ഇരുന്ന് കേട്ടോ, നോക്കി. വലിയ വലിയ വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. ഇന്നത് കണ്ടോ, വലിയ വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ല നല്ല തണലുണ്ട്. ഈ ഏർക്കാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ തണുപ്പുള്ള സമയങ്ങളിൽ ഇവിടെയൊക്കെ വന്നിരിക്കാനും ഒക്കെ ഉള്ള ഇതുണ്ട്. ഇവിടെ എയർ ഗണ്ണുണ്ട്. വേണ്ട, ഇതൊരു അത്യാവശ്യം ഒരു വലിയ പാർക്കാട്ടോ, വലിയ. വേണ്ട, എന്നാ നല്ല രസമാണെന്ന് നോക്കിക്കേ. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഒന്ന് വരണം. വേണ്ട, ബോട്ട് കേട്ടോ, എത്ര മനോഹരമാണെന്ന് നോക്കി, എത്ര സുന്ദരമാണെന്ന് നോക്കി. അപ്പോൾ ഒരു സൈഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കണ്ടോ, ഈ സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ ബോട്ട് റേസിംഗ് ഉണ്ട്. വേണ്ട, ബോട്ട് റേസിംഗ് ഉണ്ട്. കേട്ടോ, നോക്കിക്കേ, ബോട്ട് റേസിംഗ് ഉണ്ട്. വേണ്ട, എത്ര സുന്ദരമാണെന്ന് നോക്കി. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്കുണ്ടോ, വേണ്ട, ഉണ്ടോ, കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്ക് അവർക്ക് ബോട്ടിൽ കയറി അവർക്ക് സ്വന്തമായിട്ട് തന്നെ ഇങ്ങനെ തുഴഞ്ഞു പോകാം. അതല്ല, ഗ്രൂപ്പായിട്ട് പോകണമെങ്കിൽ അവരുടെ സ്പീഡ് ബോട്ടുണ്ട്. ആ സ്പീഡ് ബോട്ടിലും പോകാം. അതുണ്ടോ, സ്പീഡ് ബോട്ടുണ്ട്, സ്പീഡ് ബോട്ടിലും പോകാം. അതുണ്ടോ, ഇത് പൂർണ്ണമായിട്ടും വനത്തിൻ്റെ അകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഏർക്കാടെന്ന് പറയുന്നത്. ഇത് ടൂറിസ്റ്റ് പ്ലേസാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് വരണം. ഇതുണ്ടോ, ഇനി ഇതിൻ്റെ അകത്ത് ഈ പാർക്ക് നിങ്ങളൊന്ന് കാണിക്കാൻ ആഗ്രഹിക്കും. എത്ര മനോഹരമാണെന്ന് നോക്കി. ഇതുണ്ടോ, ഓരോ വൃക്ഷങ്ങളൊക്കെ കണ്ടോ, ഇതുണ്ടോ, ഈ വൃക്ഷങ്ങളൊക്കെ കണ്ടോ, എത്ര മനോഹരമാണെന്ന് നോക്കിക്കുക. എത്ര നല്ല അടിപൊളി പാർക്കാന്ന് നോക്കിക്കുക. ഇതുണ്ടോ, പിന്നെ കുട്ടികളെ സംബന്ധിച്ച് അവർക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ട്. കുട്ടികൾക്ക് ചാടാനും സ്ലൈഡ് ചെയ്യാനും ഒക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. ഇത് കേട്ടോ, ഉണ്ട്. പിന്നെ അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വൃക്ഷങ്ങളാണ്. കണ്ടോ, എന്നെ രസമെന്ന് നോക്കിക്കേ. ഞാവൽ മരങ്ങളാണ് ഇതെല്ലാം. ഇതുണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട് എക്കോ ടൂറിസം പാർക്ക്. ഇതുണ്ട്, എക്കോ ടൂറിസം പാർക്ക് ഏർക്കാട്. ഇവിടെ ബംഗാൾ ടൈഗറുണ്ട്, സ്കുറലുണ്ട്, ലെപ്പേഡുണ്ട്. ഇതുണ്ടോ, ഈ കാട്ടുപോത്തുണ്ട്. ഇങ്ങനെ ഒരുപാട് മൃഗങ്ങളൊക്കെ ഈ വനത്തിലുണ്ട്. ഇത് വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മളൊന്ന് കയറുമ്പോൾ ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് ഫാമിലി ആയിട്ട് വന്ന് ഇരിക്കാൻ പറ്റുന്നുണ്ടോ. എത്ര സുന്ദരമാണെന്ന് നോക്കി ഈ പാർക്ക്. ഇതുണ്ടോ, നോക്കി, അതിൻ്റെ അകത്തൊക്കെ കയറി സഞ്ചരിക്കാം. ഓക്കെ, എത്ര മനോഹരമായ പാർക്കാണെന്ന്, എത്ര മനോഹരമായ പാർക്കാണ്. ഇതുണ്ടോ, ഇതൊരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് ഇരിക്കാനും ഫാമിലിയൊക്കെ ആയിട്ട് വരാനും, പിന്നെ അത് മാത്രമല്ല നമ്മുടെ മാതാപിതാക്കളെയൊക്കെ ഇവിടെയൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കണം. അതുകൊണ്ടോ, ഇത് ചുറ്റും വെള്ളമാണ്. വേണ്ട, എന്തോ ഒരു ഏരിയ ഉണ്ടെന്ന് നോക്കിക്കുക. ഈ ഏർക്കാടിൻ്റെ ഒരു വലിയ
പ്രത്യേകതയാണ് ഈ പാർക്ക് എന്ന് പറയുന്നത്. ഈ ഏർക്കാടിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് പാർക്ക്. ഇത് കണ്ടോ എത്ര സുന്ദരമാണെന്ന് നോക്കി ഈ പാർക്കൊക്കെ. ഇത് കണ്ടോ എത്ര മനോഹരമാണ്. ഉണ്ടോ ആളുകളൊക്കെ ഇങ്ങനെ ടൂറിസ്റ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് ഇവിടെ വരുന്നുണ്ട്. വേണ്ട ഇപ്പം എൻ്റെ കൂടെ മൂർത്തി അണ്ണനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 4 സൈഡും ഇങ്ങനെ ചുറ്റപ്പെട്ട ഒരു ദ്വീപ് പോലെയാണിത്. ഉണ്ടോ ഒരു ദ്വീപാണ് ശരിക്കും പറഞ്ഞത്. ഉണ്ടോ 4 സൈഡിൽ നിന്നുണ്ട്. ഈ സൈഡിലും കൂടെ ബോട്ട് പോകുന്നുണ്ടോ. അങ്ങനെ 4 സൈഡും ചുറ്റപ്പെട്ട് കിടക്കുന്ന വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപാണിത്. കണ്ടോ നമുക്കിങ്ങനെ കാണാൻ കഴിയും. ഇതുണ്ടോ നോക്കിക്കേ. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ള ഈ പാർക്കൊക്കെ ഒന്ന് വന്ന് കാണണം. നോക്കിക്കേ അങ്ങനെ നടന്ന് ഇന്നലെ ഒരുപാട് സ്ഥലം നടന്നു. ഇന്നും ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നാലും ഇതൊക്കെ ഒന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുതന്നെ അങ്ങനെ ഈ പാർക്ക് അങ്ങനെ ചുറ്റി വളഞ്ഞ് തിരിച്ചെത്തി.